പവിത്ര സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിൻ്റെ ഒരു കിടിലൻ പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. തരുണും അമ്മയും വേദയും ഗൗരിമോളും കൂടെ പുറത്ത് എന്തോ ഷോപ്പിങ്ങിനോ ട്രിപ്പിനോ അങ്ങനെ എന്തോ പോയിരിക്കട്ടോ. അങ്ങനെ ഇവർ നല്ല സന്തോഷത്തിൽ എൻജോയ് ചെയ്ത് സംസാരിച്ച് മോളുടെ കളിയും ചിരിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് വണ്ടികൾ ഇവരുടെ വണ്ടിയെ അറ്റാക്ക് ചെയ്യാട്ടോ. രണ്ട് സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഇവരെ ഫുൾ ലോക്ക് ചെയ്തിട്ട് തരുണ ആകെ പേടിക്കും. അത് കാരണം മോളും കൂടി ഉള്ളതുകൊണ്ടാണ് തരുണിന് കൂടുതൽ പേടി. പിന്നെ അമ്മയും വേദയുണ്ടല്ലോ, അങ്ങനെ ഇവരുടെ വണ്ടിയെ വന്ന് ഇടിക്കും. തരുണ എങ്ങനെയൊക്കെയോ വെട്ടിച്ച് വണ്ടി ഓടിക്കും. എന്നാൽ ഗൗരിമോൾക്ക് ഇതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ വേദയും അമ്മയും തരുൺ നന്നായി പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിധത്തിലാണ് തരുണ ആ വണ്ടികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ആ ദേവരാജൻ്റെ ആൾക്കാരാവാനാണ് സാധ്യത. പിന്നീട് കാണിക്കുന്നത് തരുണിനെ വീണ്ടും ട്രാൻസ്ഫർ ആയിരിക്കും കേട്ടോ. അതായത് കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക്. വേദയ്ക്കാണെങ്കിൽ തമിഴ്നാട്ടുമാണ് ഡ്യൂട്ടി. അതുകൊണ്ട് വേദ ഇടയ്ക്ക് മാത്രമേ അങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ തരുണിപ്പോൾ ആ കാലത്ത് റിട്ടയർഡ് ആയ ഒരു പോലീസ് ഓഫീസറുടെ അടുത്ത് ചെന്നിരിക്കുക കേട്ടോ. അത് വേറെ ആരുമല്ല, വിക്രമിൻ്റെ ജയിലിലുണ്ടായിരുന്ന അതേ സാറ് തന്നെ, ആൻഡ്രൂ സാറിനെ മുന്നേ തരുണിന് പരിചയമുണ്ടെന്ന് തോന്നുന്നു. അവർ തമ്മിൽ സംസാരിക്കുക. അങ്ങനെ തരുൺ പറയും, മോളെ നോക്കാൻ ഒരാളെ വേണമായിരുന്നു, ഒരു ബോഡി ഗാർഡ്, മോളെ സ്കൂളിൽ കൊണ്ടുപോകാനോ. അങ്ങനെ മോള് പുറത്തു പോകുമ്പോഴൊക്കെ മോളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാൾ. അമ്മയും മോളും മാത്രമേ വീട്ടിലുള്ളൂ. ഇവരുടെ അടുത്ത് ഭാര്യ മരിച്ചതാണ് പറയണമെന്ന് തോന്നുന്നു. വേദയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അറിയാൻ പറ്റും. ആൻഡ്രൂ സാറ് അങ്ങനെ ഇപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് പുതിയ ഗെറ്റപ്പിൽ ഭയങ്കര ലുക്കോട് കൂടി വിക്രമാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. വിക്രം ആകെ മാറി, അടിമുടി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റനോട്ടത്തിൽ അത് തരുണാണെന്ന് തോന്നിപ്പോകും. അതേപോലെ ഒരു ചേഞ്ച്. അങ്ങനെ സ്വന്തം മോൾക്ക് വേണ്ടി തന്നെ ബോഡി ഗാർഡ് ആവാൻ പോവുകയാണ് വിക്രം. അപ്പോൾ ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്